അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ഞങ്ങളുടെ വീട്ടിലൊരു വളർത്തുന്നതുണ്ട്. ഈ നായ ഞങ്ങളായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. പിന്നെ എന്നെ ഒരുപാട് കെയർ ചെയ്യും. എനിക്ക് സ്പീഡിലിങ്ങനെ നടക്കാൻ പറ്റത്തില്ല, വലിയൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞില്ല. അപ്പോൾ ആരെങ്കിലും സ്ട്രേഞ്ചേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പട്ടി ഗേറ്റിനുള്ളിലേക്ക് ആരെയും കടത്തുകയില്ല. അപ്പോൾ പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, ഞാൻ തന്നെ ഉള്ളെങ്കിലും ഒന്നും പേടിക്കണ്ട, അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു നായായിരുന്നു. അങ്ങനെ പട്ടിക്ക് എന്തോ ഒരു അസ്വസ്ഥത, എന്നാന്ന് എനിക്ക് പിടികിട്ടിയില്ല. ഭക്ഷണമൊന്നും കഴിക്കില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ പട്ടിക്ക് തീരെ വയ്യ. അപ്പോൾ ഞാൻ അച്ഛനോടൊന്ന് പറഞ്ഞു, അച്ഛൻ പട്ടിക്ക് തീരെ സുഖമില്ല, ഇതുപോലെ ഞങ്ങൾ ഈ പട്ടിയെ കൊണ്ട് ഭയങ്കര കഷ്ടപ്പെടുക, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സാധാരണ അച്ഛൻ അതിനൊക്കെ പറഞ്ഞില്ല. അതുകൊണ്ട് അച്ഛനോട് പറഞ്ഞു പട്ടിക്ക് ഭയങ്കര ഡോക്ടറെ കണ്ട കാണിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ ഇതുവരെയും ഇത് ഗൗരവമായിട്ട് എടുക്കുകയോ ഡോക്ടറെ കാണിക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പട്ടിക്കൊരു മാരക രോഗമാണ്. അതിൻ്റെ ഹാർട്ടിനും ചെസ്റ്റിനും എല്ലാം ഇൻഫെക്ഷൻ വന്നിട്ട് അതിന് തീരെ വയ്യ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എങ്ങനെ ഈ പട്ടി ഇങ്ങനെ ഇരിക്കുന്നു, ഇതിന് തീരെ സുഖമില്ല, ഉള്ളിൽ തീരെ സുഖമില്ല, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പട്ടിയോട് ഇങ്ങനെ പറയും, അന്നേരം പട്ടി ഭക്ഷണം എങ്ങനെയാലും കുറേശ്ശെ കഴിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 1/2 കിലോ ഭക്ഷണം ഒരു നേരം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 1/2 കിലോ ഒന്നും കഴിക്കുന്നില്ല, ഒരു 3-4 ഞാൻ നിർബന്ധിക്കുന്ന കാരണം കഴിക്കും, അങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ മരുന്നൊക്കെ തന്നു. 5 ദിവസം മരുന്ന് കൊടുക്കണം. ഈ മരുന്ന് ടോളറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ 3000 രൂപയുടെ ഇഞ്ചക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായി പട്ടി ശരിക്കും ഭയങ്കര സീരിയസ് ആണ്. പിന്നെ 5 ദിവസത്തെ മരുന്ന് കൊടുത്തു. പക്ഷേ 4 ദിവസം കൊടുത്തിട്ടും ഒരു വ്യത്യാസവും ഇല്ല. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഈ പട്ടി എന്താണെങ്കിലും ചത്തുപോകും, കാരണം പട്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓർത്തു, അച്ഛൻ എപ്പോഴും പറയും നിങ്ങളോട് ആരെങ്കിലും പറയുക നിങ്ങൾ മരിച്ചു പോകും, ഇതിന് മരുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ ഈശോയോട് പറയണം, ഈശോ നിങ്ങളെ സുഖപ്പെടുത്തും, അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഈശോ വേഗം ദിവ്യകാരുണ്യത്തിൻ്റെ കരുണയുടെ ഈശോ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ, ഓടി പൈസയോട് പറഞ്ഞു ഈശോ അച്ഛൻ എപ്പോഴും ഇങ്ങനെ പറയും, അതുകൊണ്ട് നീ സുഖപ്പെടുത്തിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു. വീട്ടിൽ വേറെ ആരും ഉണ്ടാവില്ല, ഹസ്ബൻഡ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ പട്ടിയാണ് എനിക്ക് സംരക്ഷണം തരുന്നതെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ പട്ടി പുറത്ത് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പട്ടിയുടെയൊക്കെ പോയി ഭക്ഷണവും മരുന്നെല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ പട്ടി കൂട്ടിനകത്താണ്. പട്ടി എന്നോട് ഇങ്ങനെ വിളിക്കുക എന്നെ. ഞാനോർത്തു പട്ടിക്ക് മനുഷ്യൻ്റെ സ്വഭാവം കിട്ടിയോ, ഞാൻ മൈൻഡ് ചെയ്തില്ല. പട്ടി പിന്നെയും വിളിക്കുക, എൻ്റെ അടുത്ത് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം ഞാൻ വെറുതെ പോയി തുറന്നു വിട്ടു കഴിയുമ്പോൾ പട്ടി ആക്ഷൻ കാണിച്ച് ഭക്ഷണം കൊണ്ടുവരാൻ, അതിന് പ്രത്യേക ഇതൊക്കെ കാണിക്കുന്നത് സൈനൊക്കെ. ഞാൻ വെറുതെ ഭക്ഷണം എടുത്തുകൊണ്ടിപ്പോൾ പട്ടി എല്ലാ ഭക്ഷണവും കഴിച്ചു. ആ നിമിഷം മുതൽ പട്ടി സൗഖ്യപ്പെട്ടു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.